മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് കൺട്രോളറാണ് കളിക്കുന്നത്. എൻ്റെ കൺട്രോളർ കുറേ ദിവസം മുമ്പ് വന്ന് എടാ കള്ള എന്താ ഇന്ന് ഇത്രയും നാൾ വീഡിയോ ഇടാത്തെന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ എനിക്ക് പറയാനുള്ള ഉത്തരം ബിസിയായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ വേദപാഠത്തിന് അതൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ എനിക്ക് വീഡിയോ ഇടുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു പോയി. പിന്നെ ഞാൻ ഓർത്തില്ല. എന്തിരിക്കട്ടെ, ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോബിൾസ്റ്റോൺ ജനറേറ്റർ. നിങ്ങൾക്ക് കണ്ട മനസ്സിലാകാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൺട്രോളറിൻ്റെ അത് ഇങ്ങനെ ഓഫ് ആകുന്നുണ്ട്. പിന്നെ എൻ്റെ മോന്താ നമ്മളിന്ന് സ്റ്റോണും കിട്ടുന്ന ഒരു ജനറേറ്ററാണ് ഉണ്ടാക്കുന്നത്. കോബിൾസ്റ്റോൺ കിട്ടണമെങ്കിൽ മറ്റേ ഫോർച്യൂൺ 3 ഉപയോഗിച്ച് മൈൻ ചെയ്യണം. ഇത് കിട്ടണമെങ്കിൽ മറ്റേ സ്റ്റോൺ കിട്ടണമെങ്കിൽ സിൽട്ടച്ച് ഉപയോഗിച്ച് മൈൻ ചെയ്യണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഏകദേശം നമ്മൾ ഇതുണ്ടാക്കുന്ന പോലെയാണ്. മറ്റേ ബസോൾട്ട് ജനറേറ്റർ ഉണ്ടാക്കുന്ന പോലെ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ വേൾഡ് ഇന്നാൾ ഡിലീറ്റ് ആയി പോയായിരുന്നു. എന്തോ എനിക്കറിയത്തില്ല, എൻ്റെ വേൾഡ് അറിയാതെ ഡിലീറ്റ് ആയി പോയി. പക്ഷേ എന്നാലാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ വേർഡിന് ഞാൻ ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബസാർട്ട് ജനറേറ്റർ ഉണ്ടാക്കി അന്ന് ഞാൻ നിങ്ങൾക്കൊരു ഇത് ബാക്കപ്പ് തന്നില്ലായിരുന്നു, വേൾഡിന് ഡൗൺലോഡ്. ഞാൻ പെട്ടെന്ന് അതൊരു എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കയറ്റി. അതാണ് സംഭവിച്ചത്. എനിക്കത് മര്യാദ ഞാൻ ഇപ്പോഴും ഇത് പഠിച്ചിട്ടില്ല മര്യാദയ്ക്ക്. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വുഡ് ഫാർമും കൂടി ഉണ്ടാക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പണി തുടങ്ങാം. ഞാനത് കുറച്ചൊക്കെ നല്ലോണം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മറ്റേ ഇതൊക്കെ ആക്കിക്കോളാം. മറ്റേ ഈ കൺട്രോളർ ഫിറ്റ്സ് ഞാൻ ഹൈഡ് ചെയ്തോളാം. ഓക്കെ, ബാക്ക്. നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് ഇവിടെ അങ്ങ് ഉണ്ടാക്കാം. ഇതിങ്ങോട്ട് ഇത്രയും ചേർക്കണ്ടതാ, നേരെ ഇതിൻ്റെ നേരെ ഉണ്ടാക്കണ്ട. ഇവിടെ ഇത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. എനിക്കിപ്പോഴും മൈനും പൈസൻ്റെ ആ കുന്ത്രളും ഇല്ല. അത് എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല, എന്തോ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതും അങ്ങ് പൊട്ടിച്ച് കളയാം. ഇനി നമുക്ക് ഇവിടെ ഞാൻ ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയില്ല. അയ്യോ, പക്ഷെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് കാണുന്നില്ല, പോയി. അതെവിടെയോ പോയി. അതെൻ്റെ വേൾഡിൻ്റെ ഡൗൺലോഡ് അത് അന്ന് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചായിരുന്നോന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ടേക്ക് ഹാഫ് ഏതായിരുന്നു ഇതല്ല. അയ്യോ, എനിക്ക് മര്യാദയ്ക്ക് ഇത് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഏതാ മറ്റേ ഇതാ ടേക്ക് ഹാഫ്. അപ്പം അപ്പം ഇതെടുക്കാം. അയ്യോ, ഓക്കെ. ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ഹാഫ് എങ്ങനെ എടുക്കുന്നത്? ടേക്ക് ഹാഫ് ഇതെങ്ങനെ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടങ്ങ് ചെയ്യാം. അയ്യോ, പെട്ടെന്ന് കിടന്നുറങ്ങാം. ഓക്കെ, ഞാൻ കിടന്നു ഉറങ്ങി. മഴ കുറവാ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള്. ഇതിങ്ങോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാ? എൻ്റെ ഇത് നീക്കുന്നതാണ് എൻ്റെ കൺട്രോളറിൻ്റെ ജോയ്സ്റ്റിക്ക്. എനിക്കിത് മര്യാദ ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അത് അതുകൊണ്ട് ഇങ്ങനെ ഷടയപ്പടയെന്ന് പറഞ്ഞാണ് ഞാൻ നീക്കുന്നത്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇതിപ്പോട്ടെ അങ്ങ് വെച്ചിട്ട് ഇതങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ട്രാപ്പ് ഡോർ അങ്ങ് ഉണ്ടാക്കാം. ചേടാ, ഇതെനിക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല കേട്ടാ. ഇതെൻ്റെ കുറ്റമല്ല, ഇതെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇതെന്നെ തന്നെ പറയണം. ഈ കുന്ത്രാണ്ടം. ഓക്കെ, അത് എൻ്റെ ഹെഡ്സെറ്റ് ഊരിപ്പോയിട്ട് ഞാനങ്ങ് നീക്കി വെച്ചതാ.
അയ്യോ ചേട്ടാ, ഇതെനിക്ക് പിടിക്കുന്ന ലക്ഷണമില്ല. ക്രാഫ്റ്റ് ഇത് വൈ. ഓക്കെ, അത് ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ 4 എന്തിനാ ക്രാഫ്റ്റ് ചെയ്തേ? കുഴപ്പമില്ല. വൈ ആക്സസ് ഇൻവെന്ററി സെലക്ട്. ഇതെടുത്തതാ. അയ്യോ, ഇതിങ്ങോട്ട് വെക്കണം. സെലക്ട് ചെയ്യാവേ. ഓക്കെ, ഇനി ഇത് രണ്ടും പ്ലേസ് ഇതിങ്ങനെ ഇതിട്ട് ഇത് ഓക്കെ. ഇത് ഇതാ ക്രൗ ചെയ്തിരുന്നിട്ട് ഓക്കെ. ഞാൻ കീ ഏതൊക്കെയാണ് പഠിക്കാൻ വേണ്ടി കുറേ സമയം എടുത്തിട്ടാ. നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങോട്ട് വെക്കാം. ചേട്ടാ, ഇത് കൊണ്ട് ഞാൻ ഇത് കുറച്ചാൾ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഏതായാലും ഇപ്പൊ എനിക്കിത് ഭയങ്കര കഷ്ടപ്പാടാ. ഇതിങ്ങനെ 1 2 3 4 5 എന്നിട്ട് 6ാമത്തെ ബ്ലോക്ക് ഇവിടെ 1. ഓക്കെ, ഇത് ഓക്കെ. ഇനി ഇത് മുഴുവൻ അങ്ങനെ മൈൻഡ് ചെയ്ത് കളയണം. ഇതെന്താ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് രാവിലെ, ഒരു സ്ഥലത്ത് സാൻഡ്. വയ്യടിച്ചു. ഇത് പിന്നെ ഏകദേശം കീബോർഡ് പോലെ ആയിപ്പോയി. ഇത് മറ്റേ റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ ആദ്യം വിചാരിച്ചത് ലാപ്ടോപ്പിൽ കളിക്കാമെന്നാണ്. പിന്നെയാണ് എനിക്ക് തോന്നുന്നത് ലാപ്ടോപ്പിൽ എന്ത് കളിക്കുന്ന കഷ്ടപ്പാട്. ലാപ്ടോപ്പിനകത്ത് എനിക്ക് ലാപ്ടോപ്പിൽ കളിച്ച അത്ര ശീലമില്ല. ബാക്കടിക്ക് ബി ആണ് ഇതിനകത്ത് ക്രൗൺ കീ. അതെന്താ എനിക്കറിയത്. ക്രൗ ചെയ്തിരിക്കുന്ന കീ അതാണ്. ഐശോ പ്ലേസ് ബേസ് ഐശ്. ഇതിങ്ങനെ നീ ജമ്പ് ചെയ്ത് ഇതിൻ്റെ മണ്ടയിലേക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് മര്യാദക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ആദ്യം ഇത് പഠിച്ചു കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, അതും കൂടി പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതെടുക്കണം. റെയില് നമ്മൾ പണ്ട് ചെയ്ത മെക്കാനിസം തന്നെ. ഇത് മൈൻ. ഓക്കെ, പക്ഷേ 2 റെയില് ഇങ്ങോട്ട് പോരട്ടെ. ഈ ബോയ് ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഇത് പഠിക്കാൻ നിങ്ങളിത് കളിച്ചിട്ടാണെങ്കിൽ പിന്നെ ഇത് ഭയങ്കര കഷ്ടപ്പാടാട്ടാ. ഇത് ഞാൻ 3-4 ദിവസം എടുത്തത്. ഇത് ഞാൻ വീഡിയോ ഇടാത്തതിന്റെ ഒരു കാരണം ഇത് പഠിച്ചെടുക്കാനുള്ള പാടാണ്. അന്നേരം നിങ്ങൾ ചോദിക്കും എന്താടാ മറ്റേ ഫോണിനകത്ത് വീഡിയോ ഇട്ടപ്പോലെ സാധാരണ പോലെ. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് വിചാരിക്കുന്നത് ഇത് എങ്ങനെയും കളിച്ച് പഠിച്ചിട്ട് വേണം എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഇടായിരുന്നു. എൻ്റെ ഒരു കൺട്രോളർ പോയതിൻ്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാൻ പ്ലേസ് ചെയ്യേണ്ട സംസാരം കാരണം ഇത് മൈൻക്രാഫ്റ്റ് ശ്രദ്ധിക്കടാ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് കഷ്ടപ്പാട്.
ബാക്ക്. നമ്മുടെ റെയില് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്നിതാ ഇവിടെ ഇത് പ്ലേസ് ഇത് നീ ക്രൗ ചെയ്തിട്ട് ഇത് ഇവിടെ ഒരെണ്ണം ഒക്കെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നീ വൈ അടിച്ചിട്ട് ഇത് സെലക്ട് ചെയ്യണം. നീ ബാക്ക് അടിക്കണം. എന്നിട്ട് ഇത് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്തിട്ട് ഒറ്റ ചാട്ടം അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇത് പുഷ് ചെയ്യണം. ഇത് അത് അവിടുത്തെ ട്രാപ്പ് ഡോർ എനിക്ക് റീച്ച് ആകുന്നുണ്ട്. ഇത് പുഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കയറണം. ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിലിടും. പക്ഷേ ഞാൻ കളിക്കുന്ന പറഞ്ഞിട്ട് മേടിച്ച് കളിക്കുന്നവർക്കായിരിക്കും ഇത് മനസ്സിലാവണമെന്നില്ല അത്ര പെട്ടെന്ന്. ഞാൻ തന്നെ ഏതൊക്കെയോ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. മര്യാദയ്ക്ക് എനിക്ക് വന്നപ്പോൾ എനിക്ക് മറ്റേ വേറെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന വേറെ ഒരു ഇതായിരുന്നു. ഇത് എനിക്ക് വന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നതിനെ എനിക്ക് മനസ്സിലാകുന്നു. സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇങ്ങനെ പവർ ഓഫ് ചെയ്യുന്നത് എനിക്കങ്ങ് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ കുറേ കാലം യൂട്യൂബ് ചാനലിലൊക്കെ തിരഞ്ഞ് അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ച്. ഓക്കെ, നീ ഇതും കൂടി അത് നീ വൈ അടിച്ചിട്ട് നിങ്ങൾ ഇന്ന് എത്ര പേരെ പറ്റിച്ചു എന്ന് കമന്റ് ചെയ്യുക. ഞാനൊന്ന് കുറെ പേരെ പറ്റിച്ച്. ഇന്ന് പറ്റിക്കലായിരുന്നു. എന്നാലും സുധി മറ്റേ മൈൻക്രാഫ്റ്റിലെ സുധിയില്ലേ, സുധി ചെയ്തൊരു അപാര പണി പോയി. ഞാൻ മറ്റേ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ട്, പാസ്വേഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏപ്രിൽ ഫൂൾ വന്നു. എനിക്ക് ഏപ്രിൽ ഫൂൾ വന്നാൽ തോന്നുന്നു. ഞാൻ കമന്റ് ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല. പോയി പോട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടെങ്കിൽ ഒന്ന് കണ്ടോര് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ബാക്ക്. ഇത് പ്ലേസ്. ഓക്കെ, ഇനി ഇതും അയ്യോ ഇതിൻ്റെ മണ്ട കയറിപ്പോയത്. ഇനി ഓക്കെ, ഇത് ഭയങ്കര കഷ്ടപ്പാടായല്ലോ. പ്ലേസ് ചെയ്യുന്ന മറ്റേ ഇത് സ്ലീപ്പാന്നൊക്കെ കീയൊക്കെ ഏകദേശം ഒന്നാണ്. ഇതിനകത്ത് പല കീയും ഏകദേശം ഒരേ കീ തന്നെ, പല ഉപയോഗമായിരിക്കും, പക്ഷെ ഏകദേശം ഒരേ കീകളായിരിക്കും. ഓ മൈ ഗോഡ്, മെസ്സേജ്. അവിടെ ഇരി. ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. നേരെ ഇരിക്കേ, നേരെയും കൂടി ഇരുന്നാ മിടുക്കനായി. ഉള്ളതും കൂടി നശിപ്പിച്ച് ഞാൻ. കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ ചോദിക്കട്ടെ. നീ നമുക്ക് ടെമ്പററി ബ്ലോക്ക് വേണം. നീ ഇതങ്ങ് പൊട്ടിച്ച് കളയട്ടെ. ഓക്കെ, അതടപ്പി. അത് ഞാൻ കളക്ട് ചെയ്താ? ഇല്ല, ഞാൻ കളക്ട് ചെയ്തില്ല. പ്ലീസ്. അതാണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ? ഇനി നമുക്ക് ടെമ്പററി ബ്ലോക്ക് ഇതങ്ങ് പൊട്ടിച്ച് കളയാ. അത് പ്ലേസ് ബട്ടൺ ആയിരുന്നില്ലേ? ഇതൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയാ. നീ നമുക്ക് ബാക്ക് അല്ല
കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പിസ്റ്റൺ ആക്കി. ഇവിടെ 3 ഗ്യാപ്പ് ഉണ്ടോ? 2 ബ്ലോക്ക് ഉണ്ടോ? ഈ മോളിൽ പിസ്റ്റൺ വരും, ഇവിടെ ഇതും വരും. ഓക്കെ, കറക്റ്റാ. ഓക്കെ, ഇനി ഇതിവിടെ ഒരെണ്ണം വെച്ചിട്ട് ഇതിവിടെ. നിങ്ങളപ്പോൾ ചോദിക്കും എന്തോ സാധാരണ പോലെ മറ്റേ കോപ്പർ വെച്ച് ചെയ്താൽ പോയെന്ന്. പക്ഷെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൈൻ ചെയ്ത എല്ലാം കിട്ടണമെന്നില്ല, നിർബന്ധമില്ല മറ്റേത് വെച്ച് ചെയ്താൽ. ഞാനിപ്പോൾ 5 പിസ്റ്റൺ എടുത്തിട്ടുണ്ട്. പിസ്റ്റൺ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. സെലക്ട്. ഓക്കെ, ഇനി ബാക്ക്. ഇനി ക്രൗ ചെയ്തിട്ട് നമ്മുടെ പിസ്റ്റൺ എടുത്തിട്ട് ഇത് ഇവിടെ വരണം. അശോ, ഇത് പൊട്ടിക്ക്. അത് പോയാ? അല്ലല്ല, അതിന്റെ വണ്ടിയിലേക്ക് കൊണ്ടുണ്ടോ. എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഒരു പിസ്റ്റണും കൊണ്ട് ചെയ്യാം, പക്ഷെ അത് സമയം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പൊട്ടാ. എനിക്ക് ഇനി തുടർച്ച കുറച്ച് ഇനി അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇനി ഇത് മറ്റേ പഴയതുപോലെ ആയിരിക്കുമല്ലോ, നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത്രയും കാലം കുറേ ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, ഇനി ഒരു സ്റ്റോണ് കയ്യിലേക്ക് എടുത്തിട്ട് ഇത് അത്ര അങ്ങേറ്റം വരെ റീച്ച് ആകുമോ? അയ്യോ, ഇപ്പൊ ക്ലിക്ക് ചെയ്ത് തിരിച്ചു കൊടുത്ത് മറ്റേ ഇത്. ഓക്കെ, ഇനി അങ്ങനെ വരെ റീച്ച് ആവുന്നുണ്ടോ? ഇല്ല, റീച്ച് ആവുന്നില്ല. ഓക്കെ, ഇത് മൈൻഡ് ചെയ്യുന്നല്ലേ. ഓക്കെ, എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ 3-4 മോഡ് പാക്ക് ഒക്കെ എടുത്തിട്ടായിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നാണ്. കാരണം ഈ കൺട്രോളർ മേടിച്ചപ്പോ ആ മോഡ് പാക്കിന്റെ മറ്റേ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു മോഡ് പാക്ക് ആദ്യം എടുത്തിട്ടായിരുന്നു. ഇപ്പൊ തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു എന്ന്. കാരണം ഈ കൺട്രോളർ ഉപയോഗിക്കുമ്പോ മറ്റേ ഇത് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക, ഇനി പൊട്ടിക്ക്. കൈ കൊണ്ടങ്ങ് പൊട്ടിക്കാം. പോയി. കിട്ടി. എനിക്ക് മര്യാദക്ക് ഇത് ആവുന്നില്ല. ഇത് സ്റ്റിക്കി പിഴ്സൺ അല്ല, അതുകൊണ്ട് ഭാഗ്യം. ഇതിന്റെ മണ്ടയ്ക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാം. ഞാൻ സാധാരണ ഫോണിൽ കളിക്കുമ്പോ പ്രോയാ, പക്ഷേ ഈ കൺട്രോളർ വെച്ച് കളിക്കുമ്പോ ഞാൻ നൂബിന്റെ നൂബാ. പ്ലേസ് ഇത്
അശോ, നമ്മൾ ഇതുണ്ടാക്കിയില്ല. സ്റ്റെയർ ഇതിന്റെ പകുതി ഇങ്ങോട്ട് എടുക്കട്ടെ. ഇത് ഞാൻ കൈകൊണ്ടാണ് എടുത്തത്. പക്ഷേ സ്റ്റെയർസ് ക്രാഫ്റ്റ് ചെയ്ത് വഴി അയ്യോ, ഞാൻ 20 ക്രാഫ്റ്റ് ചെയ്താ. അയ്യോ, ഞാൻ ബാക്കി എന്നാ കൊണ്ടുപോയി വെക്കും? ബ്രിക്സ് ഉണ്ടല്ലോ, അത് വെക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ച് മാറ്റും. ദിദിബടെ 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 ദിദിബടെ. എന്നിട്ട് ഒരു ട്രാപ്പ് ഡോർ ആണെങ്കിൽ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ദിദിബടെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇതങ്ങ് ക്ലോസും ചെയ്യണം. ഓക്കെ, ഇനി അപ്പുറത്തെ വശം ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇനി മറ്റേ നമ്മുടെ ഇത് ഇൻവെർട്ടറി ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങ് പുറത്തേക്ക് എടുക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അറിയുന്നവരും പണിക്ക് കണ്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിവിടെ ഇതിവിടെ ബിൽഡ് ചെയ്തിട്ട് മറ്റേ ആക്കാം. ഓക്കെ, ഇനി വാട്ടർ ബക്കറ്റ് അല്ല, ഇതും കൂടി വെക്കണം. ഇതും കൊണ്ട് തീർന്നു. നമ്മുടെ ബ്രിക്ക് എടുക്കണം. ബ്രിക്ക് ഏതെങ്കിലും ബ്ലോക്ക് എടുത്താൽ മതി. പക്ഷെ വുഡ് മാത്രം ആവരുത്, വുഡ് നിന്ന് കത്തും. ലാഭയൊക്കെ വെക്കാനുള്ളതാണ്. ഇവിടെ ബ്ലോക്കാ വെക്കണ്ട. അയ്യോ, ഇവിടെ ഇതെല്ലാം വെക്കണ്ടേ. ഇവിടെ ബ്ലോക്കാ വെക്കണ്ടേ. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് പ്ലേസ് ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ട്രാപ്പ് ഡോർ എടുത്ത് ഇത് നൈറ്റ് ആയ ചേടാ, ഇതെന്താ ഇങ്ങനെ? ഓക്കെ, ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ക്ലോസും ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ബെഡിലും കയറി കിടന്നുറങ്ങണം. ഞാൻ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കും. ഇത് നമ്മൾ കിടന്നുറങ്ങി. എൻ്റെ വീഡിയോൻ്റെ ലെങ്തും കൂടി തുടങ്ങി. നല്ല ലെങ്തായി ഇപ്പം. ഇനി നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ജമ്പ് ചെയ്തങ്ങോട്ട് കയറണം. ഇനി നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് കറക്റ്റ് 2 ബ്ലോക്ക് എന്നിട്ട് ഈ 3ാമത്തെ ബ്ലോക്ക്, അതായത് ഈ ബ്ലോക്കിൽ ഈ വാട്ടർ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഇവിടെ എത്തുമ്പോൾ അങ്ങ് സ്റ്റോപ്പാകും. നീ ഇതിൻ്റെ മണ്ടയിൽ എങ്ങനെ കയറും? അയ്യോ, ഇപ്പൊ മണ്ടത്തരം കാണിച്ചാനെ. ഇതിവിടെ എന്നിട്ട് ഇത് ഇവിടെ. എന്നിട്ട് ഓക്കെ, 3ാമത്തെ ബ്ലോക്ക് അല്ലേ. ഓക്കെ, ഇത് ഇവിടെ. അയ്യോ, വൈ അടിച്ചിട്ട് നമ്മുടെ ലാവ എന്ത് ചെയ്യും? ലാവ സെലക്ട് ചെയ്ത് ഓക്കെ, ഇനി ബാക്ക് അടിച്ചിട്ട് ഇത് പ്ലേസ് ഓക്കെ, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇപ്പൊ നമ്മുടെ കോബിൾസ്റ്റോൺ ജനറേറ്റർ ആവാൻ തുടങ്ങും. അതപ്പോ നമ്മുടെ വെള്ളം അവിടെ പോയി. അയ്യോ, നമ്മളൊരു പൊട്ടത്തരം കാണിച്ചു വെച്ച് ഞാൻ. വെള്ളം ഇത് ഫുള്ള് ഒഴിക്കണം, ഒരു സ്ഥലത്ത് മാത്രം ഒഴിച്ചാൽ പോരാ. പ്ലീസ് കണ്ട. ബാക്കി ലാവ. നമ്മുടെ ആക്സ് എന്ത് ചെയ്യും? ഇത് ഇവിടെ അങ്ങ് പൊട്ടിക്കാം. വെള്ളം ഇതുപോലൊരു മടിയൻ. വെള്ളം വെള്ളം എടുക്കുക. ഇതിവിടെ വെള്ളം. ഇതിവിടെ. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളം. എന്നിട്ട് ഇതിവിടെ. അല്ല, എനിക്ക് ഇവിടെ നിന്നത് ലെങ്ത് ആവൂ? ഇല്ല, ലെങ്ത് റീച്ച് ആവൂല. വെള്ളം. നീ വെള്ളം ഒന്നുകൂടി എടുത്തിട്ട് ഇതിവിടെ പ്ലേസ് ചെയ്ത് ലാവ കയ്യിലേക്ക് എടുത്ത് ഇതിവിടെയും പ്ലേസ് ചെയ്യണം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ സ്റ്റോണും ജനറേറ്റ് ആയിട്ടുണ്ട്. അശ്ശോ, ഓക്കെ, നമുക്ക് ഇപ്പൊ കോബിൾസ്റ്റോൺ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പൊ കോബിൾസ്റ്റോൺ വന്നു. അത് ഇതല്ല, മറ്റേ ഞാൻ മൈൻ ചെയ്തത് തന്നെ. കാണിച്ചാൽ ഒന്നുകൂടെ മൈൻ ചെയ്താണ്. ഇപ്പൊ 6 ആയിട്ടുണ്ട്. കണ്ട, 6 ഇനി ബാക്ക് അടിച്ചിട്ട് നമ്മുടെ സിൽട്ട ചുള്ള വിക്കാസ് എടുത്ത് മൈൻ ചെയ്ത. കണ്ട, സ്റ്റോൺ ജനറേറ്റ് ആയി. കണ്ട. അപ്പൊ ഇനി അതും കൂടെ അങ്ങ് മൂടി വെക്കണം, അല്ലെങ്കിൽ സോംബി മറ്റേ ഇതൊക്കെ ഇങ്ങോട്ട് കേറി വരും. ബാക്ക് ആക്കി. ഓക്കെ, കഴിഞ്ഞ്. ഇനി ഇതും കൂടി അങ്ങ് പൊട്ടിച്ചെടുക്കണം. അയ്യോ, ഞാനൊരു സ്ലാബും പൊട്ടിച്ച്. ഇതിന് വേണ്ട സ്ലാബായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിവിടെ, ഇത് ഇവിടെ. ഇനി നമ്മുടെ ബെഡും പൊട്ടിച്ചെടുത്തിട്ട്, ബെഡും പൊട്ടിച്ചെടുത്ത് അതെടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇതെടുത്തില്ല, ചേഞ്ച് ചെയ്തില്ല ആംഗിള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇത് നമുക്കിൻ്റെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.